പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടി നേതൃത്വം മുഖം തിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ, കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങളെ നേരിടാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് BJPയുടെ ശക്തി കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ തന്നെ ദൗർബല്യം കൊണ്ടാണ്. കോൺഗ്രസിനെ ഒരു ശക്തിയായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമില്ലാതെ പോകുന്നു എന്നത് വളരെ നിർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ എൻ്റേതായ എളിയ നിലയിൽ ഞാൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡൽഹിയുടെ ചുമതലക്കാരനായിരുന്നപ്പോഴും മറ്റ് സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും എല്ലാം ഞാനിത് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് ഓരോ ദിവസവും അത് സ്വയം കൃതാനർത്ഥം കൊണ്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യമാണെന്നുള്ളത്. ഈ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധമാണ് എൻ്റെ രാജി. ഏതായിരുന്നാലും അത് നേതൃത്വത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമാകുമെങ്കിൽ എനിക്കതിൽ ചരിതാർത്ഥതയുണ്ട്. ഞാൻ ഏതായിരുന്നാലും ആ കാര്യം നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് കാണണം എന്നാഗ്രഹിച്ചത്. പൊതുജീവിതത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ടോളം കഴിഞ്ഞ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്. എല്ലാ കാലങ്ങളിലും മാധ്യമങ്ങൾ തന്നിട്ടുള്ള നിർലോഭമായ പിന്തുണയ്ക്കാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് ആദ്യം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മതി കോൾ ഇറ്റ് എ ഡേ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഭാവിയെക്കുറിച്ച് വലിയ ഒരു തീരുമാനങ്ങൾ, ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലെടുത്തൊരു തീരുമാനമല്ലിത്. ഈ തീരുമാനം ഞാൻ നിൽക്കുന്ന പാർട്ടിയെ നന്നാക്കാൻ കഴിയുമോ എന്നുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടത് കൊണ്ടാണ്. അല്ല, നാളെ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ടല്ല, രാഷ്ട്രീയത്തിലേക്ക് വന്നതുപോലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് നാളെ എന്തെന്നുള്ളൊരു പ്രശ്നം എൻ്റെ മുമ്പിലില്ല. ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ എനിക്കെന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുമോ, ഈ പാർട്ടിയുടെ തെറ്റുകളെ തിരുത്താൻ കഴിയുമോ, അപജയങ്ങളെ തിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യൂഹങ്ങളൊന്നും ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റിക്സിൽ വിശ്വസിച്ച് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ധാരണയുണ്ടാക്കാൻ മുൻകൈ എടുത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ശ്രീ AK ആൻ്റണിയും ഞാനും കൂടിയാണ് 1980 EMS നമ്പൂതിരിപ്പാടിനെ കണ്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാടുമായി കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ 2 പേര് ശ്രീ ആൻ്റണിയും ഞാനുമായിരുന്നു. പിൽക്കാലത്ത് ആൻ്റണിയും കൂട്ടരും ഇടതുപക്ഷ മുന്നണിയോട് വലിയ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ യാത്ര പറഞ്ഞപ്പോഴും ഞാൻ പോയില്ല. ഞാൻ എടുത്തൊരു നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു. പിന്നെ വളരെ കാലത്തിന് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, രാജീവ് ഗാന്ധി പഴയ കോൺഗ്രസ്സുകാരെല്ലാം യോജിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ശ്രീ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് വന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരാനോ പ്രവർത്തിക്കാനോ ജനാധിപത്യപരമായൊരു പ്രവർത്തന ശൈലി പുലർത്താനോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഞാനെന്നും അഭിപ്രായങ്ങൾ ആപേക്ഷികമാണെങ്കിൽ പോലും ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ രാഷ്ട്രീയത്തിൽ എടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ ഒരു നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. ലാഭനഷ്ടങ്ങൾ നോക്കിയോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി കൂടുതൽ ആകർഷകമാണെന്ന് കരുതിയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമെന്ന് കരുതിയോ ഒന്നുമല്ല. നാളെ എന്തെങ്കിലും ഉണ്ടാവണം, നാളെ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദീർഘകാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപജയം, അത് എന്നെ വളരെ നിരാശനാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണ് ഇപ്പൊ രാഷ്ട്രീയം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാതെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങും, അങ്ങനെ എന്തെങ്കിലും ആണോ? In fact, I am submitting my resignation from the Congress party. I have sent my resignation letter to Congress President and to Sri Rahul Gandhi. In fact, this decision, I have been deliberating on this in my mind for the last many days. Because I come from Kerala. Kerala, there is no Congress party as such. There are 2 parties. One party is Congress I, one party is Congress A. It is a coordination committee of 2 parties that is functioning as the KPCC. So this groupism is the biggest bane of the Congress party in Kerala. Kerala is facing a very crucial election, and this election people want the Congress to come back. But what is the stumbling block is the groupism which is being practiced by the top leaders of the Congress party.
I have been continuously arguing with the High Command that this should be put an end to this groupism in the state. But unfortunately, the High Command is also agreeing for the proposal given by both the groups. Both the groups, they sit at some private place and they divide the seat. Congress is contesting 90 seats. 90 seats are divided between I and A. I seats are filled up by I group, A seats are filled up by A group. They make a panel and bring here. That panel was not placed in the election committee. I am a member of the election committee. Election committee met twice. In that committee, this panel of names were not presented. Election committee means first they have to go through the panel. All the names, those who are desirous of contesting, their name should be made into a panel and that should be placed in the committee. That was not done. And higher constituency. That means these are only handled by the group leaders and not by the party or party's committee. So this is a situation which there may be a groupism in other states also. But this kind of a groupism, that two separate parties under one roof, that is the Congress in Kerala, this I do not think that this is happening or prevailing in other states. This is a very, very disturbing and disappointing situation. I tried my best to, invite the attention of the Congress High Command and their intervention, but I am not successful. Even though I have a very close contact with the High Command and all that, I am not able to succeed in my effort. So I find that there is no point in continuing. Congress is a great tradition. Being a congressman is a prestigious thing. But today in Kerala, nobody can be a congressman. One can be I group or one can be A group. Nobody can be a Congress. That is the situation in Kerala. So I decided to call it a day because this is not what we want. When 50 years back, when we all joined the student movement, youth movement and Congress, we thought that the great tradition of the Congress we can inherit. Today we cannot do that. We can be either this group or that group. So I decided that the High Command is also a mute witness to this disastrous, situation, and there is no remedy. So there is no other way other than submitting the resignation. So you have taken a principal stand against BJP earlier. So do you think that your action now will help BJP, or and you say that Congress is not functioning properly? So to defeat BJP, will you support the left? No, in fact, BJP is not going to make any gain in Kerala. That is my assessment. We all know that in the last 70 years they have only one seat. One seat may become 2 seats, but that is nothing. Kerala, BJP is no factor. Even though they are spending money like anything, Prime Minister, Home Minister, everybody is there every day. But whatever it is, they cannot make it. The mindset of the Kerala people are not in favor of BJP. A communal party, Kerala people are not going to accept. So BJP is no political factor there. In Kerala, left parties and the Congress, unfortunately, we are fighting each other. We are the parties who should be together. In fact, when Rahul Gandhi decided to fight from Kerala, I went to Rahul Gandhi ji and I requested him, sir, is this the right decision? Because left parties probably are the friends of Congress. When Indira ji was there, Rajiv ji was there, left parties were always supporting Congress because our fight is against the BJP. When we are fighting against the BJP, but the situation is such that in Bengal and in Kerala, we were the main enemies fighting each other. It so happened, that is history. But I do not think that essentially, ideologically, we are enemies. I do not think so. But we are fighting as political enemies, so that fight will continue. And wherever it is possible to cooperate, we have to cooperate. 50 years back, Mr. A.K. Antony and myself, with all our differences, we went to Mr. E.M.S. Namboodiripad when he was there. We suggested that we must have a democratic and left alliance. That is how we made the alliance. We fought together, we contested, we won, and I was a minister in that government under Mr. Nayanar. And when Mr. Antony withdrew, there was no sufficient reason. So I remained in that. Then after that, after Indira Gandhi, after Rajiv Gandhi became the leader, he suggested that all the erstwhile Congress people come together. That was the occasion when we all came back to the Congress party. But unfortunately today, this dithering is happening. And that is the position. So I have no future plans. I have no affinity to any political party other than Congress. My association with the Congress, I am, today I am resigning.
and it's over. But ഇഷ്യൂ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത് അങ്ങേക്ക് കേരളത്തിലെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് താങ്കൾ രാജ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരുപക്ഷെ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണ് അങ്ങനെ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഈ today, in fact, Mr. Patil, the chairman of the screening committee, called me for a breakfast. I was with him for breakfast. He asked me, what is your suggestion? I said, I don't want to make any suggestion because there was